എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഏത്തയ്ക്ക, കടച്ചയ്ക്ക, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചുക്കുപൊടി, ഉലുവാപ്പൊടി, ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, നല്ല ഒന്നാം തരം പച്ചത്തേങ്ങ അരച്ചത്, ആവശ്യത്തിന് വെള്ളം. എന്താണെന്ന് വെച്ചാൽ നല്ല ഒന്നാം തരം ഒരു പുളിശ്ശേരി ഉണ്ടാക്കാൻ പോവുകയാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് സദ്യ ഒരുക്കിയിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. അപ്പം അദ്ദേഹം തന്നെ വളരെ വിശദമായിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറയും. ഞാനിപ്പം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഏകദേശം 35 വർഷമായിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് നല്ല കൊതിയൂറുന്ന വിഭവങ്ങൾ ഉണ്ടാക്കി നൽകിയിട്ടുള്ള സദ്യക്കായാലും എല്ലാത്തിനും അദ്ദേഹത്തിനെ നമുക്ക് പരിചയപ്പെടാം. എന്തായാലും വീഡിയോ മുഴുവൻ കാണുക. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയമില്ല. അവസാനം വരെ വീഡിയോ കാണുക. ശരിയല്ലേ? ശ്രീകുമാർ. അപ്പം എത്ര വർഷമായിട്ട് ഈ പാചകമായിട്ട്? ഒരു 35 വർഷത്തെ സേവനമുണ്ട്. കുടുംബ പാരമ്പര്യമായിട്ട് മാമന്മാരുടെയും വലിയച്ഛൻ്റെയും അച്ഛൻ്റെയും കൂടെ നടന്നുള്ള മാമന്മാരുടെ മക്കളുടെ കൂടെ ഉള്ളും പോയിട്ടുള്ളത്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് 30 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. പുളിശ്ശേരിയുടെ പരിപാടി. അപ്പോൾ പുളിശ്ശേരി റെഡിയാക്കുന്ന ആ സംഭവം നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി അതെന്താ പറയുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല പറയാം. അപ്പൊ എത്ര വേറെ കാര്യമാണ് ചോദിച്ചിട്ട്. അപ്പം ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിട്ട് കേരളത്തിൽ മാത്രമാണോ അതോ? നമ്മൾ കേരളത്തിൽ മാത്രമേ ഇതുവരെയും ചെയ്തിട്ടുള്ളൂ. ഏറ്റവും ദൂരം എന്ന് പറഞ്ഞാൽ ഇടുക്കി ചെയ്തിട്ടുണ്ട്. പിന്നെ കൊല്ലം, കൊട്ടിയം ഭാഗങ്ങളിൽ ഉള്ള ദൂരം മാത്രമേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് വടക്കോട്ട് പോകുകയാണെങ്കിൽ ആലപ്പുഴ, തുറവൂർ വരെ ചെയ്തിട്ട് തുറവൂർ വരെ ഭാഗത്തൂരെ പോയി ചെയ്തിട്ടുണ്ട്. ഓഡിറ്റോറിയങ്ങൾ. സഹായത്തിന് ചേട്ടനുണ്ട്. ചേട്ടൻ്റെ കൂടെ ഞാൻ പോകും. അവർ ഒരു പണിയുള്ളപ്പോൾ ഞങ്ങൾ ഒരു ചേട്ടനും കൂട്ടുകാരൊക്കെ പോകും. അല്ലാതെ 2 മണി പിടിക്കുമ്പോൾ രണ്ടിടത്തോട്ട് അങ്ങ് പോകും. രണ്ട് ഭാഗത്തോട്ട് പോകും. അതിനുള്ള ആളുകളുണ്ട്. നമുക്ക് ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപാടുണ്ട്. ഒരുപാട് ജോലിക്കാരുണ്ട്. അതെ, പാരമ്പര്യമായിട്ട് അമ്മ കുടുംബം പാരമ്പര്യം, അമ്മയുടെ അച്ഛൻ്റെ പാരമ്പര്യം. അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അമ്മയുടെ അച്ഛൻ കൊണ്ടുവന്ന പരിപാടി നമ്മളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മാമന്മാരും മക്കളും എല്ലാവരും ചെയ്യുന്നുണ്ട്. അവരുടെ കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പോകും. അവർക്ക് വരുന്ന പണികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഒരു കൂട്ടായ്മയോടെ അങ്ങ് പോകുക മുന്നോട്ട്. കൂട്ടായ്മ പിന്നെ അളിയന്മാർ ഞങ്ങളെല്ലാവരും നല്ല പിണക്കവും വഴക്കുകളും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ പണി പിടിക്കുക. കൂടുതൽ പണി പിടിക്കുമ്പോൾ നമുക്ക് തരും. നമുക്ക് കൂടുതൽ പണി വരുമ്പോൾ അങ്ങോട്ട് കൊടുക്കും. നമ്മുടെ ഈ നാടൻ സദ്യ മാത്രമേ ഉള്ളൂ? സദ്യ പിന്നെ ചോറിന്റെ കൂടെ ഇറച്ചിന്റെ പരിപാടിയുണ്ട്. നല്ല ബിരിയാണി പരിപാടി നമുക്ക് അറിയത്തില്ല. ഇല്ല, അതെല്ലാം മാമന്മാരുടെ മക്കൾ അവരെ ചെയ്യുന്നത്. പിന്നെ മറ്റേ സാധാരണ നമ്മുടെ ഇത് പച്ചക്കറിയുടെ പരിപാടി. പിന്നെ ഇറച്ചിയും മീനും കറിയും എന്തുവേണം ചെയ്തു തരും. ഓണം, ഉത്സവം, വിഷു എന്ത് വന്നാലും എന്തും തകർക്കും. ഓണത്തിനൊക്കെ തകർപ്പും പരിപാടിയായിരുന്നു. നല്ല പരിപാടി. ഒരു റെസ്റ്റ് ഇല്ലാത്ത പരിപാടിയായിരുന്നു. അപ്പം നമ്മുടെ ഈ പുളിശ്ശേരി ഏകദേശം 200 പേർക്കുള്ള 200 പേർക്കുള്ള പുളിശ്ശേരിയാണ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പൊ അതിൽ ചേർക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാനല്ല. അപ്പൊ നമ്മളിപ്പോ കറി വെക്കുന്ന കൂട്ടത്തിൽ നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് ഇത് 200 പേർക്കുള്ളത്. ഇപ്പൊ ഒരു ചെറിയ ഒരു 1 കിലോ കണക്കാക്കി ഒരു കടച്ചയ്ക്ക, അതിൻ്റെ അകത്ത് ഒരു ഏത്തയ്ക്ക, അതരിഞ്ഞ് പച്ചമുളകും ഇത്തിരി മഞ്ഞപ്പൊടിയും വെള്ളം ഉരുളിക്കകത്ത് വേവിച്ച് നല്ലോണം വെന്ത ശേഷം അരപ്പിൻ്റെ കൂടെ ലേശം ജീരകപ്പൊടിയും കൂടെ ചേർന്ന് അരപ്പ് തിളച്ച് ഒന്ന് തണുക്കാൻ വയ്ക്കുക. ആ തണുത്ത ശേഷം നമ്മൾ തൈര്, നല്ല കട്ട തൈര് ഒഴിക്കുക. ആ ചൂടായി കഴിയുമ്പോൾ ഉലുവപ്പൊടി ഇടുക, ഉപ്പിടുക. നല്ല രീതിയിൽ അനാവശ്യ പുളിയാണെന്നുണ്ടെങ്കിൽ ലേശം പഞ്ചസാരയും കൂടെ ചേർത്ത് വാങ്ങി വയ്ക്കുക.
പുളിശ്ശേരി റെഡി. പുളിശ്ശേരി റെഡി. നിമിഷ പരിപാടി. പുളിശ്ശേരി റെഡി. അപ്പൊ വീട്ടിലൊക്കെ ഇപ്പം ഒരു ചെറിയൊരു പുളിശ്ശേരി ഉണ്ടാക്കണമെങ്കിൽ ഒരു ചെറിയ കടച്ചക്ക, ചെറിയ കടച്ചക്ക, അതിന്റെ 3-4 കഷ്ണം മതി വീട്ടിലേക്കൊക്കെ. ഒരു 2-3 പച്ചമുളക്. ഇതാകുമ്പോൾ 1 കിലോ കടച്ചക്ക 200 പേർക്ക്. ഇത് 1 കിലോയുടെ കടച്ചക്കയാണ്. 2 ചെറിയ ഏത്തക്ക, പിന്നെ അതിൻ്റെ ആവശ്യത്തിന് പച്ചമുളക്, ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് നമ്മൾ വേവിക്കുന്നത്. വേവിച്ച് പിന്നെ അരപ്പ് ചേർത്ത് വേവിച്ച് അരപ്പ് ശകലം തണുത്ത ശേഷം തൈര് ഒഴിക്കുക. അങ്ങനെയാണ്. സദ്യക്ക് ഈ ഫംഗ്ഷൻ, ഈ കല്യാണ സദ്യ എന്ന് പറയുന്നത് നമ്മളൊരു 1000 പേർ സദ്യക്കാണെങ്കിലും ചെയ്യുന്നത്. 1000, 1500, 2000, 3000 അതൊന്നും വിഷയമല്ല നമുക്ക്. അതെല്ലാം ചെയ്യുന്നത്. പിന്നെ വലിയ പരിപാടിയൊക്കെ 2000 പേര് 2500 വരെ മാക്സിമം ചെയ്തിട്ടുണ്ട്. അതിൽ വലിയ പരിപാടിയൊക്കെ നമ്മൾ കുടുംബത്തിൽ മാമാരുടെ മക്കളായിരുന്നു. അവർക്ക് അതുപോലെ സ്റ്റാഫുമാരുണ്ട്. അത് 10, 60, 70 സ്റ്റാഫുമാരുള്ള. ഞങ്ങൾക്ക് ആപ്പാടെ 12 പേരുണ്ട്. പിന്നെ 2 മണി ഞങ്ങൾ പിടിക്കത്തുള്ളൂ. 2 മണി കൂടുതൽ പണി പിടിക്കത്തില്ല. പിന്നെ അമ്പലങ്ങളിലെ പരിപാടി പിടിക്കും, പോവും, അന്തസാഹിപ്പ് ചെയ്യും. എക്സ്പെൻസ് കുറവാണ്, ചെയ്യും. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെയാണ് കാര്യങ്ങളില്ല. പിന്നെ വീട്ടിൽ തന്നെ ഇവിടെ തന്നെ ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോകും. കാറ്ററിങ്ങിനായിട്ട് കൊണ്ടുപോകും. നല്ല പരിപാടിയാണ്. നല്ല നമുക്ക് ജീവിക്കാനുള്ള നല്ല വരുമാനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പൈസ നമുക്ക് കിട്ടുന്നുണ്ട്. കൂടുള്ളവരൊക്കെ നമ്മുടെ സ്റ്റാഫ്, നമുക്ക് അടുത്തുള്ള എല്ലാ സ്റ്റാഫുമാരുണ്ട്. പിന്നെ അവർക്ക് മാന്യമായ ശമ്പളം കൊടുത്തവരെന്നും വരുന്നവരാണ്. മാന്യമായ രീതിയിലുള്ള പണി ഇല്ലെന്നുണ്ടെങ്കിൽ അവർ മറ്റുള്ള പണിക്ക് പോകും. നമുക്ക് ഈ ഒരു തൊഴിൽ മാത്രമേ അറിയത്തുള്ളൂ. നമ്മളിതും കാത്തു വെച്ച് കിട്ടിപ്പിടിക്കുക. നമുക്ക് ഈ തൊഴിൽ മാത്രമേ അറിയത്തുള്ളൂ. ഈ തൊഴിൽ തന്നെ. ഇത് നമ്മുടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ ഉള്ളു ഇവിടെ കേരളത്തിൽ കൂടുതൽ. ഭക്ഷണം നമ്മളെ വെച്ച് ആ ടേസ്റ്റോട് കൂടി കൊടുക്കുന്നതുകൊണ്ട് എന്നും പണിയുണ്ട്. അത് പിന്നെ ഇന്ന് 200 പേര് കഴിക്കുന്ന കൂട്ടത്തിൽ 10 പേരെങ്കിലും നമ്മൾ വിളിക്കാതിരിക്കത്തില്ല. വിളിപ്പിക്കും. ഞങ്ങൾ ഭക്ഷണത്തിന് ആ ടേസ്റ്റ് ഉണ്ട്. ഒന്നുമില്ല, നാച്ചുറൽ സാധനങ്ങൾ മാത്രമാണ്. ഇൻഗ്രീഡിയൻസ് എല്ലാം സാധാരണ സാധനങ്ങൾ. അല്ല വെക്കേണ്ട ആവശ്യമില്ല. ഒരു പേസ്റ്റും ചേർക്കത്തില്ല. എല്ലാം നാച്ചുറൽ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു സാധനം എല്ലാം അതേ ഇതുണ്ട്. ഇതാണല്ലോ ഇതുള്ളത്. മഞ്ഞൾപ്പൊടിയുണ്ട്, മുളക് പൊടി, ജീരകപ്പൊടി, ഉലുവപ്പൊടികൾ, എല്ലാം പൊടികൾ പ്രത്യേകം കൂട്ടിയെടുക്കുന്നതാണ്. അതേപോലെ എല്ലാം പ്രത്യേകം പൊടികൾ. അല്ലാതെ എല്ലാം അനാവശ്യമായിട്ടൊരു സാധനം മേടിച്ച് വെച്ചിട്ടുണ്ട്. മുളക് നമ്മൾ മേടിച്ച് പൊടിക്കുന്നത്, മുളക് സഹിതം മേടിച്ച് പൊടിക്കുന്നതാണ്. പിന്നെ വെന്ത് കിടക്കും. അരപ്പ്
സംഭവം റെഡിയായില്ല. അത് റെഡിയാണ്. റെഡിയാകുമ്പോൾ കോരി വെച്ച് ഇനി തണുത്ത ശേഷം മാത്രമേ നമ്മൾ കടുവറുത്ത് ചേർക്കത്തുള്ളൂ. കടുവറുക്കും. നാളെ ആകുമ്പോൾ ഇച്ചിരി നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് കടുവറുത്ത് ഉപ്പ് നോക്കിയ ശേഷം നമ്മൾ കൊടുക്കും. അതെ, ഇത് നാളത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ തലേന്ന് റെഡിയാക്കി വെച്ചിരിക്കും. നാളെ കടുവറുക്കൽ ഇല്ലില്ല. നാളെ രാവിലെ വെളുപ്പിന് സാമ്പാർ വെക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സാമ്പാറിന് കടുവെക്കുന്ന കൂട്ടത്തിൽ ഇതിനോട് പ്രത്യേകം മാറ്റി അതെടുത്ത് വയ്ക്കും. അപ്പൊ നിങ്ങളെ ഈ കാറ്ററിംഗിന്റെ പേര് ദ്വാരക തോട്ടപ്പേര്. ദ്വാരക തോട്ട കുടുംബപ്പേരാണ്. അവിടെ മാമാരും മക്കളും എല്ലാം ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ പ്രത്യേകം ചെയ്യുന്നു. അവർക്ക് കൂടുതൽ വേണമെങ്കിലും നമുക്ക് തരും. ഞാനേ അറിഞ്ഞൊരു കാര്യം ചോദിക്കും. വെള്ളാപ്പള്ളിയുടെ മാമന്റെ മക്കൾ കല്യാണത്തിന് മാമനും മക്കളും പോയി. ഞങ്ങൾ അതിൻ്റെ അകത്ത് നമ്മൾ പരിഹാരമായിട്ട് സപ്പോർട്ട് അവർക്ക് സഹായിക്കാൻ നമ്മൾ പോയവരെ. അത് മാമനാ, നമ്മളോട്ടൊന്നും ചർച്ച ചെയ്തിട്ടുണ്ട്. മാമൻ ഇട്ടിട്ടുണ്ട്. തിരക്കുള്ള ഓക്കെ. ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് കണ്ടുമുട്ടാൻ വേണ്ടി. അപ്പോൾ ഇനി കടുവ് വറുത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പുളിശ്ശേരിയിലോട്ട് ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നല്ലോ, അതിനകത്ത് ഇനിയിപ്പം കറിവേപ്പില ഒക്കെ ഇതിനകത്ത് ചേർത്ത് റെഡിയാക്കി വെച്ച പുളിശ്ശേരിയിലോട്ട് നമ്മളിപ്പം ഇത് ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ പുളിശ്ശേരി ഉണ്ടാക്കുമ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഈ പച്ചമുളകിൻ്റെ പ്രത്യേകത, പച്ചമുളക് ഒരു കാരണവശാലും അവർ കീറത്തില്ല. അത് പച്ചമുളകിൻ്റെ ഞെട്ട് കളഞ്ഞിട്ട് അതുപോലെ തന്നെ ഇടുകയാണ്. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ പുളിശ്ശേരിയൊക്കെ റെഡിയാക്കാൻ. അന്നേരം ഇപ്പോൾ വറുത്ത കടുവ് ഇപ്പോൾ അതിനകത്ത് ഒഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം. അപ്പോൾ ബാക്കിയുള്ള കടുവ് അവർ സാമ്പാറിനോ മറ്റോ ആണ് റെഡിയാക്കി വെച്ചേക്കെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മുടെ പുളിശ്ശേരിക്കകത്തോട്ട് നമ്മൾ കടുവ് വറുത്ത് ഒഴിച്ച് റെഡിയാക്കുകയാണ് കേട്ടോ.